നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് ഒരു എൻക്വയറി വന്ന് വിളിക്കുന്ന സമയത്ത് ആൾ അവിടുന്ന് പറയാണ്, ഞാൻ കുറച്ച് തിരക്കിലാണ്, നിങ്ങളെ കാര്യങ്ങളൊക്കെ ഓക്കെ, ഞാൻ കുറച്ച് തിരക്കിലാണ്, ഞാൻ ടീമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങളെ വിളിക്കാം. ശരിക്കും ഇതൊരു ഒബ്ജക്ഷനാണ്. ഇങ്ങനെ കുറേ പേര് പറയുന്നുണ്ടാവും, അവർക്ക് അപ്പോൾ അത്ര ഇൻട്രസ്റ്റഡ് അല്ല എന്നുള്ളൊരു അർത്ഥത്തിൽ നമ്മൾ ഒഴിവാക്കി വിടുകയാണ്. പിന്നെ അവർ എന്ത് ചെയ്യില്ല, തിരിച്ച് വിളിക്കൂല. നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ അപ്പോഴും ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ കണക്ഷനൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. ഒരു സെയിൽസ് ടീം ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം ഒബ്ജക്ഷൻസുകളെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അനലൈസ് ചെയ്ത് എന്ത് അങ്ങനെ പറയുമ്പോൾ തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു ചാർട്ട് നമ്മളെ കയ്യിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു നെക്സ്റ്റ് ആക്ഷൻ ചാർട്ട് ഉണ്ടാവണം. ഓരോ കേസിലും നമ്മൾ ടീമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് ആ ഒരു ഫ്ലോ തന്നെ പിടിക്കാൻ നമ്മൾ എന്ത് തിരിച്ച് പറയണം എന്നുള്ളത് കറക്റ്റായിട്ട് കൊടുക്കാം. ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗൂഗിൾ മീറ്റിന് ലിങ്ക് അയച്ചു കൊടുക്കാം. നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് ഈ ലിങ്കിൽ കയറുമോ, ഒരു 15 മിനിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ പാർട്ണറോട് ഡിസ്കസ് ചെയ്യാം. ആ രൂപത്തിലൊക്കെ ആണെങ്കിൽ പാർട്ണർ നിങ്ങളും കൂടെ ഫ്രീ ആവുന്ന സമയം പറഞ്ഞാൽ മതി, നമുക്ക് ഗൂഗിൾ മീറ്റിൽ ഒരു 15 മിനിറ്റിൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളെടുത്ത് കൃത്യമായിട്ട് ഇതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു PDF ഉണ്ട്, അത് നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യാൻ ഞങ്ങൾ വാട്സപ്പിൽ അയച്ചിടാം. ഇതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സിൻ്റെ ഒരു വാല് പിടിച്ച് നമ്മൾ കോൺവെർസേഷനെ ഒരു എന്താ പറയുക, ഒരു കൊളാബറേറ്റീവ് ഡിസിഷൻ മേക്കിങ്ങിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഇതൊരു ഉദാഹരണം പോലെ പറഞ്ഞാണ്, എല്ലാ ഒബ്ജക്ഷൻസിനെയും നമ്മൾ ഇത്തരത്തിൽ പഠിച്ചിട്ട് അങ്ങനെ പറയുമ്പോൾ എന്ത് നമ്മൾ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു പ്രിപ്പറേഷൻ, ഒരു ചാർട്ട്, ഒരു ലിസ്റ്റ് സെയിൽസ് ടീമിൻ്റെ കയ്യിൽ ഉണ്ടാക്കി വരുന്നുണ്ടോ, ആ സെയിൽസ് ടീം അടിപൊളിയാണ്. അങ്ങനത്തെ ഒരു പ്രോസസ്സ് സെയിൽസ് ടീമിൽ ഉണ്ടാവണം.